അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള സ്വലാത്തുകളോ അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടായ അനുഭവങ്ങളോ അല്ലെങ്കിൽ സ്വലാത്തിൻ്റെ ഫലങ്ങളോ ഒന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴായിട്ട് കെയർലെസ് ആകുന്ന, ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ നമ്മുടെ ലൈഫിൽ ഈ ഒരു അശ്രദ്ധ നല്ല രീതിക്ക് ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ അശ്രദ്ധ മുഖാന്തരം നമുക്ക് ഉഖ്റവിയായ വിജയത്തെപ്പോലും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു ചരിത്രത്തിലൂടെ ആ ഒരു വിഷയം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വളരെ ഡേഞ്ചറായിട്ടുള്ള, തമ്പനയിൽ കണ്ടതുപോലെ തന്നെ വളരെയധികം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഈ കാര്യമില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്കെല്ലാം നഷ്ടമാണ്. അങ്ങനെയുള്ളൊരു കാര്യമാണ്. കൂടുതൽ ത്രില്ലടിപ്പിക്കാണ്ട് ഇൻഷാ അല്ലാഹ് നേരെ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ, മഹദിയാണ് ഈ ഒരു വിഷയം റിപ്പോർട്ട് ചെയ്യുന്നത്. മഹദി അവർകൾ പാതിരാ സമയത്ത് അഥവാ നമ്മളെ തഹജ്ജുദിൻ്റെ സമയത്ത് വസ്ത്രം ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ആ സമയത്ത് മഹദി അവർകൾ തുന്നിയിരുന്ന സൂചി പെട്ടെന്ന് കാണാതാവുകയും അവിടെ ഉണ്ടായിരുന്ന വിളക്ക് അണഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെ മഹദി അവർകൾ അത് കിട്ടാണ്ട് പ്രയാസപ്പെടുമ്പോഴാണ് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയുടെ അടുത്തേക്ക് കയറി വരുന്നത്. ആ സമയത്ത് ആ വീട് പ്രകാശിക്കുകയും മഹദി അവരുടെ കാണാതായിട്ടുള്ള ആ സൂചി ലഭിക്കുകയും ചെയ്തു. ആ സമയത്ത് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, അള്ളാഹിൻ്റെ റസൂലെ, നിങ്ങളെ മുഖത്തിന് എന്തൊരു പ്രകാശമാണ്. ആ സമയത്ത് ആയിഷ ബീവി വളരെ അമ്പരപ്പോടുകൂടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ആരാണ് നബിയെ, അങ്ങയെ കാണാത്ത ആളുകൾ ആരാണ്? അന്ത്യദിനത്തിൽ അങ്ങയെ കാണൂല പറഞ്ഞു. ആ വിഭാഗം ആളുകൾ ആരൊക്കെയാണ് ഹബീബെ? ആ സമയത്ത് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലുബ്ദൻ, അവൻ എന്നെ കാണാൻ സാധിക്കൂല. ആ സമയത്ത് ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, അല്ല റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് ഈ ലുബ്ദൻ? ലുബ്ദൻ എന്നതുകൊണ്ട് അങ്ങ് ഉദ്ദേശിച്ചത് ആരെയാണ്? ആ സമയത്ത് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലുബ്ദൻ ആരാന്ന് വിശദീകരിച്ചു കൊടുക്കുക. എൻ്റെ നാമം കേട്ടിട്ട്, എൻ്റെ പേര് കേട്ടിട്ട് എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവൻ, അവനാണ് ലുബ്ദൻ. അവനിക്ക് നാളെ ഖിയാമത്ത് നാളിൽ എൻ്റെ ഈ മുഖം കാണാൻ കഴിയൂല ആയിഷ എന്ന് മഹദി അവർകളോട് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി. മഅദനല്ലാഹ്, അള്ളാഹു കാക്കട്ടെ. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കപ്പെടുന്ന സ്ഥലമാണെങ്കിൽ ആ പേരവിടെ പറയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ആ പേര് പറയുന്നത് കേട്ടാൽ അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലണം. അത് അദബാണ്, അത് ഒരു ആദരവാണ്. ആ ആദരവ് നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ നമുക്കൊരുപാട് നഷ്ടങ്ങൾ, ഖിയാമത്ത് നാളിൽ ഒരുപാട് തരത്തിലുള്ള നഷ്ടങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. പടച്ചോൻ കാക്കട്ടെ. മഅദനല്ലാഹ്. എന്താണെങ്കിലും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.